ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നവരാണ്, എവിടെ പോയി എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച മനുഷ്യന്മാരെവിടെ? എന്റെ വജഹിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകളുണ്ടല്ലോ, അവരെവിടെ പോയി? ഈ ദിവസത്തിൽ ഉണ്ടല്ലോ ഒരു ചില്ലയുടെ തണല് പോലും ഇല്ലാത്ത ഈ മഹ്ശർ എന്ന കോടതി ഉണ്ടല്ലോ, ആ കോടതിയിൽ ഞാൻ അവർക്ക് എന്റെ തണൽ വിരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട്. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി, വേറൊന്നിനു വേണ്ടിയല്ല. നല്ല കഴിവുള്ളൊരു മകന് ഓനോട് പ്രത്യേക സ്നേഹം പറ്റൂല. കഴിവില്ലാത്തൊരു ഓനെ തിരിഞ്ഞു നോക്കൂല. കഴിവുള്ള മോനോട് വലിയ സന്തോഷം ഉണ്ടായിരുന്നു, പൈസ ഉള്ളത് വരെ. ഓന്റെ അടുത്ത് പൈസ കുറഞ്ഞു എന്ന് കണ്ടപ്പോ ഇപ്പുറത്തേക്ക് ചാടുക. പൊന്നാര ഉമ്മ, അർശിന്റെ തണൽ നിനക്കില്ല. മനസ്സിലായില്ലേ? എല്ലാരോടും അല്ലാഹുവിന്റെ വജ്, ഇതെന്റെ റബ്ബ് ഇഷ്ടപ്പെടണം. ഈ ഒരു പ്രവർത്തനം കൊണ്ട്, നല്ലതുകൊണ്ട് അല്ലാഹു എനിക്ക് അർശ് നൽകുന്നതാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പിന്നെയും ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അൽ മുതഹാബൂന ഫി ജലാലി ലഹും മനാബിറു മിൻ നൂർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രണയിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ അയൽവാസികളെ, കുടുംബങ്ങളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, മഹല്ലത്തുകാരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രണയിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവര് നാളെ മഹ്ശറയിൽ വരുമ്പോൾ ലഹും മനാബിറു മിൻ നൂർ, പ്രകാശത്തിനാലുള്ള ഒരു വലിയ രാജകീയ പദവിയുള്ള വലിയ മിമ്പറുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രണയിക്കുന്ന ആളുകള്, അയൽവാസിയെ, കുടുംബങ്ങളെ, എല്ലാവരെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹു തൃപ്തിപ്പെടാത്തതൊന്നും ചെയ്യാതെ അല്ലാഹുവിന്റെ മാർഗത്തിലാണോ നിന്റെ സ്നേഹമെങ്കിൽ വലിയൊരു കസേര അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന നാളെ മഹ്ശറയിൽ. ലഹും മനാബിറു മിൻ നൂർ, പ്രകാശത്തിനാലുള്ള ഒരു മിമ്പറ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ മിമ്പറ ഉണ്ടല്ലോ, ശ്വദാക്കന്മാരും അമ്പിയാക്കന്മാരും കൊതിക്കുന്നുണ്ട്. അങ്ങനത്തെ മിമ്പറ, ആ മിമ്പറ ഈ മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. എന്തേ ചെയ്തു? എന്താ അമൽ ചെയ്തു? ഹജ്ജ് ചെയ്തോ? ഇവിടെ ഈ മിമ്പറ കിട്ടാൻ ഹജ്ജ് ചെയ്തോ? ഇല്ല. തഹജ്ജുദ് നിസ്കരിച്ചോ? ഇല്ല. ഖുർആൻ ഖത്തം ഓതിയോ? ഇല്ല. ദിക്ർ ചൊല്ലിയോ? ഇല്ല. എന്തേ ചെയ്തു? അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചു. ഒരാളോടും പകയില്ലാതെ ജീവിച്ചു. നമുക്ക് പകയില്ലാത്തവനെ കാണുമ്പം കാണലെന്ത് വിചാരിക്കൽ എന്താ അറിയോ? മോയന്തനാണ് അവൻ. കാരണം ഓനോട് ഇത്ര അയൽവാസി ഇത്ര ചെയ്തിട്ട് ഓൻ പിന്നെയും പോകുക മോളെ കല്യാണം വിളിക്കാൻ അങ്ങോട്ട്. പൊന്നാരണ്ടി, ഓൻ മോയന്തനല്ല, ഓൻ വല്യോനാ, ഓൻ വിവരമുള്ളവനാ. ഇവിടെല്ല, നാളവിടെ. ഇവിടെ നമ്മുടെ കണ്ണില്, കാരണം നമ്മുടെ കണ്ണിൽ അങ്ങനെ കാണും. നമ്മളെ കണ്ണിലും നമ്മുടെ കൽബിലും ഒരാൾ എത്ര ദേഷ്യം പിടിച്ചിട്ടും അയാൾ പിന്നെ അപ്പുറത്ത് പോയിട്ട് കല്യാണം വിളിക്കാൻ വേണ്ടി പോയാല് നമ്മളെ കാഴ്ചപ്പാടുള്ളവൻ മോയന്തന. കാരണം എന്താ? നമ്മുടെ ഹൃദയം മോയന്തന്മാരുടെ ഹൃദയമായിട്ട് മാറിയിട്ടുണ്ട്. കുശുമ്പും കുന്നായമുള്ള ഹൃദയം മാറ്റി വെക്കണം. അതിന് എല്ലാവരെയും സ്നേഹിക്കുക അല്ലാഹുവിന്റെ മാർഗത്തിൽ, വേറൊന്നും വേണ്ട. അല്ലാഹുവിന്റെ വജഹിൽ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.